ഹലോ മക്കളെ, ഈയിടെയായിട്ട് കുട്ടികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് വന്നു. കാരണം ഡേറ്റ് വന്നാൽ മാത്രം പഠിക്കാനിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ അക്കാഡമിക് കലണ്ടർ പ്രകാരം ഡിസംബർ 11 മുതൽ ഡിസംബർ 18 വരെയാണ് നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. നമുക്ക് ടൈം ടേബിളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഡേറ്റ് ആണ് ഈ പറയുന്ന ഡിസംബർ 11 മുതൽ ഡിസംബർ 18 വരെയുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ മിസ്സേ? അതെ, അതായത് ഇപ്പം കഴിഞ്ഞ ഓണം എക്സാമിനായാലും നിങ്ങൾ സ്കൂളിൽ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്രിസ്മസ് എക്സാമിന് ഇതാ ഈ വർഷം ആദ്യമായിട്ട് നിങ്ങൾ കോമൺ ക്വസ്റ്റ്യൻ പേപ്പറുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അതായത് ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ചും കൂടെ സീരിയസ്നെസ് അവർ എക്സാമിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എല്ലാ മക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ സെക്കൻഡ് ടേം എക്സാമിന്റെ പോർഷൻസ് മാത്രം പഠിച്ചാൽ പോരെ? പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് സെക്കൻഡ് ടേമിലുള്ള എക്സാമിനേഷനുള്ള പോർഷൻസ് മാത്രം കവർ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് എഴുതാം, അതാകുമ്പോൾ ഒരു 4 ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 3-5 ചാപ്റ്റർ മാക്സിമം അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓണം എക്സാമിന്റെ പോർഷൻസ് കൂടി ക്രിസ്മസ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 9 ചാപ്റ്റേഴ്സ് 8 ചാപ്റ്റേഴ്സ് ഒക്കെ ഓരോ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അത്ര സമയം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഈ വരുന്ന ഡിസംബർ 11 വരെ എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 1.5 മാസം അല്ലെ കഷ്ടിച്ച് അത്രയേ ഉള്ളൂ. സോ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മുൻ വർഷം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ച് ഈസ് അല്ലെങ്കിൽ വാട്ട് ഈസ് എന്നുള്ള ചോദിക്കുന്നതിന് പകരം ആപ്ലിക്കേഷൻ ലെവൽ കുറച്ചും കൂടി ചിന്തിച്ച് എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും ചോദിക്കുന്ന പാറ്റേൺ ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ മാറിയ പാറ്റേണിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ എക്സാം ആണ് നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ക്രിസ്മസ് എക്സാം. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ ക്രിസ്മസ് എക്സാമിനെ അവർ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പഠനവും ആ രീതിയിൽ തന്നെ ആയിരിക്കണം അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചായിരിക്കണം പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ട് നോക്കും അല്ലേ മിസ്സേ? അപ്പം ഇനി വരാൻ വേണ്ടി പോകുന്ന ചേഞ്ചസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സിലെയും കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകേണ്ടത്. ചിലർ വിചാരിക്കും ഈ ടോപ്പിക് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകാൻ വിചാരിക്കും. അങ്ങനെ ഒരിക്കലും ഇനി നടക്കില്ല. ചാപ്റ്റേഴ്സിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ മിസ്സേ? പിന്നാണെങ്കിൽ നമുക്കിനി അധികം സമയമില്ല. അപ്പം ഇത്രയും രീതിയിൽ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന് കരുതി മാറ്റി വെക്കുന്ന ഭാഗങ്ങൾ കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, കോൺസെപ്റ്റ് ഭയങ്കര ക്ലിയർ ആയാൽ മാത്രമേ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പഠിച്ചു തീർക്കാനുള്ള സമയമാണെങ്കിൽ ആകെ 1.5 മാസമാണുള്ളത്. അത്രയും പോർഷൻസ് എനിക്ക് ഒന്ന് 70 to 75% പോർഷൻസും ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അല്ലെ? പഠിക്കാത്ത കുട്ടികളാണ് പറയുന്നത് പഠിച്ചു തുടങ്ങിക്കോളാം, ഇനി അധികം സമയമില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ഇപ്പോഴും നമ്മുടെ യുവ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. അതുമായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ റിവിഷൻ കൊടുക്കുന്നുണ്ട്. ആ റിവിഷൻ കൊടുത്തിട്ടാണ് ആ ചാപ്റ്ററിൻ്റെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ആപ്പിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ റിവിഷൻ ക്ലാസ് മാത്രം കണ്ടാൽ മതി. ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ റിവിഷനിൽ പറയും. അപ്പം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ മിസ്സേ? പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ ആ എക്സാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആൻസർ കീ ഡിസ്കഷനും കൊടുക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കും ആൻസർ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ യുവ ബാച്ചിലെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, ആരെങ്കിലും അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ക്രിസ്മസ് എക്സാമിന് നമുക്ക് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യണം. അതെ, അപ്പം എല്ലാവരും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ചില ടോപ്പിക്ക് മാത്രമേ ഡൗട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലരാണെങ്കിൽ നല്ല അല്ലാതെ ഏകദേശം കംപ്ലീറ്റ് ആയി പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ചില ടോപ്പിക്കിൽ മാത്രം ഡൗട്ട് ഉണ്ടായിരിക്കുള്ളൂ. അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പേൾ വീഡിയോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മാത്രം കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 20 minutes അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിനുള്ളിലായിട്ടാണ് ഓരോ വീഡിയോസ് നമ്മൾ പാക്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം, എല്ലാ തരത്തിലുള്ള പോസിബിലിറ്റീസും അവിടെയുണ്ട്. സോ ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനും പഠിക്കണമെന്നുണ്ടെങ്കിൽ സെറ്റായിട്ട് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യുവ ബാച്ചിലേക്ക് മിസ് പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിലേക്കും പബ്ലിക് എക്സാമിലേക്കും ഒക്കെ തന്നെ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ മക്കൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ